എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വിവിധ സബ്ജക്റ്റുകളുടെ HSA എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും കുട്ടികൾക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ കുറച്ച് സബ്ജക്റ്റുകളുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, OTV, വൺ ടൈം വെരിഫിക്കേഷൻ. അപ്പോൾ ഈ വൺ ടൈം വെരിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും OTVനെ ബന്ധപ്പെട്ടിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ കയറിയതിന് ശേഷം അനൗൺസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTV റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബാച്ച് നമ്പർ, അതുപോലെ തന്നെ സീരിയൽ നമ്പർ, എന്നാണ് വെരിഫിക്കേഷന് എത്തേണ്ടത്, ഡേറ്റും ഏത് ടൈമിലാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ സെൻറ്ററും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷന് പോവുക. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഈ വെരിഫിക്കേഷന് പോകുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഇന്നിനി പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ ആയിട്ട് വേണം വെരിഫിക്കേഷന് പോകാനായിട്ട്. ആദ്യമേ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്, ഇപ്പോൾ ആധാറാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആധാർ കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം, ഒറിജിനൽ ആധാർ കാർഡ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നെയിമും ഏജും അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, നമ്മുടെ സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, SSLC അല്ലെങ്കിൽ CBSE സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക, ഒറിജിനൽ തന്നെ കൊണ്ടുപോകാനായിട്ട് ഓർക്കുക കേട്ടോ. പിന്നെ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നിങ്ങളോട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, അതിൻ്റെ ഒറിജിനൽസ് എല്ലാം തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മെയിനായിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ BEdൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് കാറ്റഗറി 3യുടെ സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ഓർക്കുക കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. PSCയുടെ വെബ്സൈറ്റിൽ ഏത് ഫോമാണെന്നുള്ളത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് എന്നായിരിക്കണം എഴുതിയിരിക്കേണ്ടത്. അങ്ങനെയുള്ള നമ്മൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് എഴുതിയ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതല്ല നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ ഇപ്പോൾ EWS ആണെങ്കിൽ അത് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വെരിഫിക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ എത്തിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഐഡൻറ്റിറ്റി പ്രൂഫ്, ആധാർ അല്ലെങ്കിൽ ഏതാണോ അത്, പിന്നെ നെയിമും ഏജും അതിൻ്റെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും മസ്റ്റായിട്ടും കൊണ്ടുപോകാനായിട്ട് ഓർക്കുക. ഓക്കെ, താങ്ക് യു.